പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ തന്നെ ശാരീരികവും മാനസികവും പൈശാചികവുമായ പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. പല ബുദ്ധിമുട്ടുകളും രോഗങ്ങളായിട്ട്, മാനസിക പ്രശ്നങ്ങളായിട്ട് നമ്മിൽ മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻകൂട്ടിയുള്ള ഖലാ ഖദർ മൂലമാണ് അവകളൊക്കെ ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഭൂമിയിൽ ഒരു വിപത്തും ഒരു ദുരന്തവും ഉണ്ടാകുന്നില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയുടെ ഏത് കോണിലായാലും എന്ത് പ്രകൃതി ദുരന്തങ്ങളായാലും ഭൂകമ്പങ്ങളായാലും പകർച്ചവ്യാധികളാണെങ്കിലും ചിക്കുൻ ഗുനിയയാണെങ്കിലും ഒക്കെ തന്നെ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല. വലാ ഫീ അൻഫുസികും, മനുഷ്യരെ നിങ്ങളിലുള്ള മുസീബത്തുകളും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ക്ലേശങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, മുമ്പ് തന്നെ അല്ലാഹു കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രീതിയിലല്ലാതെ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ നിങ്ങളിലോ ഭൂമിയിലോ ഒരു മുസീബത്തും വരികയില്ല. എന്തിനാണ് നാം ഇത് പറഞ്ഞു തരുന്നത് എന്നും അല്ലാഹു പഠിപ്പിച്ചു. എന്തിനാ അത് പറഞ്ഞു തരുന്നത് അറിയോ? ഇതൊക്കെ അള്ളാന്റെ വിധിയാണ്. എല്ലാ മുസീബത്തിന്റെയും പിന്നിൽ അള്ളാഹുവിന്റെ ഖദർ ഖലാ ആണെന്ന് പറഞ്ഞു തരുന്നത് എന്തിനാ? ലികൈലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫറഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലികൈലാ തഅസൂ അലാ മാ ഫാതകും, കിട്ടാതെ പോയതിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. വലാ തഫറഹൂ ബിമാ ആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. അപ്പൊ നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ ഒന്നാകെ വരുമ്പോ ഇതെനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടായാൽ, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ലികൈലാ തഅസൂ, നിങ്ങൾ നിരാശപ്പെടരുത്, റബ്ബിനെ ഓർക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു പൊങ്ങച്ചക്കാരനായ ദുരഭിമാനിയെ ഇഷ്ടപ്പെടുകയില്ല. സമ്പാദ്യങ്ങൾ കിട്ടിയപ്പോ, അനുഗ്രഹം കിട്ടിയപ്പോ എന്റെ കഴിവ് കൊണ്ട് കിട്ടി എന്ന് പറയുന്നവൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയ്യോ അവിടെ ഇച്ചിരി എന്റെ ശ്രദ്ധ വിട്ടുപോയി എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അള്ളാന്റെ വിധി, അല്ലാഹു കണക്കാക്കിയത്. വേറൊരു ഭാഗത്ത് കാണാ, ഖുർആൻ പല ഭാഗത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല മനുഷ്യരെ ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ, വിധിയോടു കൂടെയല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, എന്നിട്ട് അല്ലാഹു പറയാ, മുസീബത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മുസീബത്തൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. ചില ആളുകൾ വിശ്വസിക്കുന്നു ഖൈറൊക്കെ ദൈവത്തിൽ നിന്ന്, ശർറോ സാത്താനിൽ നിന്ന്. ശരിയല്ല. അത് സമ്മതിച്ചാൽ തന്നെ ഈ ശാത്താനെ ആര് പടച്ച് സ്വാതന്ത്ര്യം കൊടുത്തു? അവിടെ ഉത്തരം മുട്ടുമല്ലോ. ഖൈറൊക്കെ ദൈവം തമ്പുരാൻ,
നല്ലതൊക്കെ ദൈവത്തിന്റെ വിധി, മോശപ്പെട്ടതോ സാത്താന്റെ വിധി, സാത്താന്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ശരിയാവുക? ഈ സാത്താനെ ആര് പടച്ചു സ്വാതന്ത്ര്യം കൊടുത്തു? അപ്പൊ അള്ളാഹുവിലേക്ക് തന്നെയല്ലേ മടങ്ങിപ്പോകുന്നത്. മുസീബത്ത് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ മേൽക്കുമേൽ വരുമ്പോൾ, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട ക്രമം വിശ്വസിച്ച് പിടിച്ചു നിന്നാൽ യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് അല്ലാഹു വഴി കാണിക്കും. അവന്റെ ഹൃദയത്തിന് അല്ലാഹു വഴി കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി, ഒരു മുസീബത്ത് വരുമ്പോ വഴിയറിയാതെ തപ്പിത്തടയേണ്ടി വരില്ല. അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് യഹ്ദി ഖൽബ. പടച്ചവനെ ഇതിനെ ചികിത്സിച്ച് തോറ്റല്ലോ, മുസീബത്തുകൾ മേൽക്കുമേലെ വരികയാണല്ലോ, പല കേന്ദ്രങ്ങളിലും പോയല്ലോ, ഇനി എവിടെ നിരക്ഷ എന്ന് അത്തരക്കാർ പറയില്ല. അത്തരക്കാർക്ക് അങ്ങനത്തെ ചിന്ത വരില്ല. കാരണം യഹ്ദി ഖൽബ, യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് നാം വഴി കാണിക്കും, അവന് വഴി കാണിക്കും. വല്ലാഹു അലീമും വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. പടച്ച തമ്പുരാൻ എല്ലാം അറിയാം, എല്ലാം അറിയുന്ന നാഥൻ ഈ മുസീബത്ത് കൊടുത്ത് പരീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ അവന് വഴി കാണിച്ചു കൊടുക്കും എന്ന് സാരം. എന്തിനാ അങ്ങനെയൊക്കെ അള്ളാഹു ബുദ്ധിമുട്ട് തരുന്നത്? എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്കെങ്കിലും ഒരു സുഖസൗഖ്യം തന്നൂടെ? എന്തിനാ അള്ളാഹ് ഇതൊക്കെ തരുന്നത്? എന്തിനാ രോഗം തരുന്നത്? എന്തിനാ മാനസിക ക്ലേശങ്ങൾ തരുന്നത്? എന്തിനാ? അതിനും ഖുർആൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങളെ ശാരീരികവും മാനസികവുമായി പരീക്ഷിക്കുന്നത് എന്തിനാ? അള്ളാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഖുർആൻ, ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്ത് ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിനും ഒരു പണ്ഡിതന്റെ വാക്കും പോകുന്നില്ല. അത് മാത്രം ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഉന്നത ഗ്രന്ഥങ്ങളായ ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം, ഇത് ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത്. ഒരു സംഘടനയുടെ, സുന്നിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു നിയമമല്ല, ഇസ്ലാമിന്റെ നിയമം പറയുന്നത്. ഇത് സുന്നി പള്ളിയല്ലേ, അവിടെ സുന്നി ആദർശല്ലേ പ്രശ്നം, അങ്ങനൊന്നുമില്ല. ഇസ്ലാമിന്റെ വിഷയം ഇത്. മുസ്ലിമാണോ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രോഗങ്ങൾ തന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുകയാണ്, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിങ്ങൾക്ക് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, വൽ ജൂഅ്, പലരെയും പട്ടിണിക്കിട്ടുകൊണ്ട്, സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ പലരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ധനം കുറച്ചുകൊണ്ട് പരീക്ഷിക്കും. നിങ്ങളിൽ അംഗങ്ങളെ ഇല്ലാതെ ആൾനാശമുണ്ടാക്കിക്കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, ആൾനാശമുണ്ടാക്കിക്കൊണ്ട്, നിങ്ങളിൽ ചിലരെ അപകടങ്ങളിൽ പെടുത്തിക്കൊണ്ട്, പെട്ടെന്ന് മരിപ്പിച്ചുകൊണ്ട്, വസ്സമറാത്ത്, നിങ്ങളുടെ വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ട്, ചുരുക്കത്തിൽ നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ ഫലങ്ങൾ, കായ്ക്കനികൾ ചുരുക്കിക്കൊണ്ട്, ആൾനാശം വരുത്തിക്കൊണ്ട്, സമ്പത്ത് ചുരുക്കിക്കൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ടൊക്കെ, നബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണം ഏറ്റുവാങ്ങി ക്ഷമിച്ച് നിലകൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ.
ആരാണ് സ്വബറുള്ള ആളുകൾ? സ്വബറുള്ള ആളുകൾ ആരാ? അല്ലദീന, ഒരു വിഭാഗമാണ്, ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, ആ അല്ലാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തും അല്ലാഹ് തന്നതാണ്, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വാങ്ങും എന്നവർ പറയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കാനുള്ള കാര്യങ്ങളാകുന്നു. പാകത്തുക കാര്യം മനസ്സിലായില്ലേ? എന്തിനാണ്, എങ്ങനെ രോഗം വരുന്നു, അതെന്തിനാണ്, തിരിഞ്ഞല്ലോ. ഇനി ഈ രോഗമുണ്ടാകുമ്പോ ആയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കി ക്ഷമിച്ചങ്ങനെ ഇരിക്കുക, അത് പാടില്ല. എല്ലാ സ്ഥലത്തും പനിയാ, പനി വന്നാൽ ഉടനെ തന്നെ ആശുപത്രികളിൽ പോയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുക, പകർച്ചവ്യാധി ഭയന്നത് കൊണ്ട്. അതോടൊപ്പം സത്യവിശ്വാസികളായ നാം പലതും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ വിഷയം സംസാരിക്കാനുള്ളത് കൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. പരിസ്ഥിതി മലിനീകരണം, ശുദ്ധി, ഇതൊക്കെ ഇസ്ലാമിൽ വലിയൊരു കാര്യം. റോഡ് സൈഡൊക്കെ വൃത്തികേടാക്കുക, മാലിന്യങ്ങൾ, കച്ചറകൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിക്ഷേപിക്കുക, ഈ സ്വഭാവമൊന്നും മുസ്ലിമിന് ഭൂഷണമല്ല. അത് അള്ളാഹു വെറുത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യം ശുദ്ധി. ഈമാൻ, വിശ്വാസത്തിന്റെ തന്നെ പകുതി ഭാഗമാണല്ലോ വൃത്തി, ആന്തരികവും ബാഹ്യവുമായ വൃത്തി. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഏതായിരുന്നാലും ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ക്ഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുക. ഉസ്താദ് ഇപ്പൊ പ്രസംഗിച്ചത് അങ്ങനെയാണല്ലോ, ഇതൊക്കെ അള്ളാന്റെ വിധിയാണ്. അള്ളാന്റെ വിധി ആയതുകൊണ്ട് ഒക്കെ ക്ഷമിച്ചിരുന്ന ബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷമിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുക. ബമ്പറനോത്തി ഉണ്ടാക്കി തരുന്ന ചെറിയ അരിയുടെ കഞ്ഞിയും കുടിച്ചിട്ട് നന്നായി ഉപ്പിട്ടിട്ട് അങ്ങനെ നീട്ടി കുടിക്കുക, അങ്ങനെ ഇരിക്കുക, അത് പറ്റൂല. നാം എന്ത് ചെയ്യണം? സബബുകളുമായി ബന്ധപ്പെടണം, നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം, സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടണം, മാധ്യമങ്ങളുമായി ബന്ധപ്പെടണം. അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും, നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും അള്ളാഹു ഒരു മാധ്യമങ്ങളിലൂടെയാണ് എല്ലാം വിധിക്കുന്നത്. ഇപ്പൊ മഴ നമുക്ക് തരുന്നത് ആരാ? അള്ളാഹു. വയുനസ്സിലുൽ ഗൈസ, മഴയെ വർഷിപ്പിക്കുന്നത് അള്ളാഹു ആകുന്നു. പടച്ചവനാണ് മഴ തരുന്നത്. പക്ഷേ അതിനൊരു നിമിത്തം വെക്കുന്നുണ്ട്, ഒരു സബബ് വെക്കുന്നുണ്ട്. എന്താ സബബ്? മേഘം നിമിത്തമായി മഴ തരുന്നു. ഒരു കുഞ്ഞ് നമുക്ക് സന്താനങ്ങളെ തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. അല്ലേ? അള്ളാഹു ഓശാരമായി കൊടുക്കും. യഹബു ലിമൻ യശാഉ ദുകൂർ വ ഇനാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കും. ലിമൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കും, മക്കളെ കൊടുക്കാതിരിക്കും. ഇതൊക്കെ അള്ളാഹ് പറയുന്നതാ ഖുർആനിൽ. അപ്പൊ മക്കളെ തരുന്നത് ആരാ? അള്ളാഹു. പക്ഷേ വെറുതെ തരൂലല്ലോ, അതിനൊരു മാധ്യമമുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടുക എന്ന സബബിന്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? അപ്പൊ രോഗശമനം തരുന്നത് ആരാ? അല്ലാഹുമ്മ അൻതശ് ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉ. ഇതാണല്ലോ നമ്മുടെ വിശ്വാസം. അല്ലാഹുവേ, രോഗശമനം തരുന്നത് നീ തന്നെ, നീ അല്ലാതെ രോഗം ശമിപ്പിക്കുന്നവനില്ല തന്നെ. ഇതാണല്ലോ വിശ്വാസികളായ നമ്മുടെ വിശ്വാസം, അല്ലേ? മുഅ്മിനുകളായ നമ്മുടെ വിശ്വാസം അതാണ്. പക്ഷേ അള്ളാഹു രോഗശമനം തരുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ്. ചികിത്സിക്കുക, മരുന്ന് കഴിക്കുക എന്ന ഉപാധിയിലൂടെ രോഗശമനം തരുന്നു. എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ ഈ നിമിത്തങ്ങളില്ലാതെ, സബബുകളില്ലാതെ അള്ളാഹുവിന് സാധിക്കും. ഇപ്പോ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് സാധിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാതെ ഇവിടെ ഒരു ജനനം നടത്താൻ അള്ളാഹുവിന് സാധിക്കും. മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറ മറിയം എന്ന അധ്യായത്തിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദൂതനായ മാലാക മറിയമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സന്തോഷിച്ച ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട്, പുള്ളുണ്ടാകുന്നുണ്ട്. എവിടെന്നാ എനിക്ക് കുട്ടി ഉണ്ടാവുക? വലം യംസസ്നി ബശർ, ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകും? വലം അകു ബഗിയാ, ഞാൻ വൃത്തികെട്ടവളല്ലല്ലോ, ഞാൻ വ്യഭിചാരി പെണ്ണല്ലല്ലോ, എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? അനുവദിക്കപ്പെട്ട
രീതിയിൽ ഒരു നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, ഞാനൊരാളുടെ ഭാര്യയല്ലല്ലോ, ഞാനൊരു തെമ്മാടി പെണ്ണുമല്ലല്ലോ. മലക്കെന്ത് പറഞ്ഞു? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. സംഗതി ഓക്കേ. ഖാല കദാലികി, സംഗതി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിന്റെ റബ്ബ് ഹുവ അലയ്യ ഹയ്യിൻ, പടച്ചവന് അതിന് പറ്റും. ഒരു പുരുഷനും നിന്നെ തൊടാതെ ഒരു കുഞ്ഞിനെ നിനക്ക് തരാൻ അള്ളാഹുവിന് പറ്റും. ഇത് ഖുർആനാ പറയുന്നത്. അപ്പൊ മാധ്യമങ്ങളില്ലാതെയും കാര്യങ്ങൾ നടത്താൻ സർവേശ്വരനായ ശക്തിയുള്ളവനായ റബ്ബിന് സാധിക്കുമെങ്കിലും അള്ളാഹു ഒരു ചര്യയാക്കി ഇത് വെച്ചു. ഏത്? ഈ ലോകത്തുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സബബ്. ഇപ്പൊ കൈ അങ്ങോട്ട് മുറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അറുക്കണം, ഇവിടെ വെട്ടണം, അല്ലാതെ മുറിയൂലല്ലോ. നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അള്ള തരികയാണെങ്കിലും നാം കൃഷി ചെയ്യണം, ഭൂമിയിൽ വിത്തെറിയണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാധ്യമങ്ങളുമായി നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഒരു ചര്യയാകുന്നു. ഈ ചര്യയിൽ നിന്ന് അള്ളാഹു വെറുതെ മാറൂല. അവലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഖുർആൻ അള്ളാഹുവിന്റെ ചര്യക്കൊരു മാറ്റം ഉണ്ടാവില്ല. അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചതാ. ഉപാധികളിലൂടെയും നിമിത്തങ്ങളിലൂടെയും കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് അള്ളാഹു തീരുമാനിച്ചതാ. മനുഷ്യരായ അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ ഡ്യൂട്ടി എന്താ? ഈ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക. അപ്പൊ രോഗശമനത്തിന്റെ നിമിത്തം എന്താണ്? മരുന്ന് കഴിക്കുക, ചികിത്സിക്കുക. അത് പല രീതിയിലുമുണ്ട് ചികിത്സ. ചികിത്സാ രീതി പലതും ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്, അതിനെല്ലാം പുറമെ ആത്മീയ ചികിത്സകളുണ്ട്. ഏതും സ്വീകരിക്കാം, ഇഷ്ടമുള്ളത്. പക്ഷേ വലാ തദാവൂ ബിൽ ഹറാം. ഏത് അലോപ്പതിയാണെങ്കിലും ഏത് ആര്യവൈദ്യമാണെങ്കിലും ഏതായിരുന്നാലും ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത്. തെറ്റായ രീതിയിൽ ചികിത്സ പാടില്ല. ഏത് ആത്മീയ ചികിത്സയാണെങ്കിലും ശിർക്ക് പാടില്ല, ഹറാമ് പാടില്ല. അല്ലാത്ത രീതിയിൽ ചികിത്സിക്കാം. ഏത് ചികിത്സയായിരുന്നാലും ശരി, അത് നമുക്ക് സ്വീകരിക്കാം. ഇപ്പോ മാവിൽ നിൽക്കുന്ന മാങ്ങ ഒരാൾക്ക് കിട്ടണം. ഒരാൾ പറഞ്ഞു ഞാൻ കേറിപ്പറിക്കുകയാണ്. നന്നായി പിടിച്ച് പറിച്ചോ, കുഴപ്പമില്ല. കേറിപ്പറിക്കേണ്ടവന് കേറിപ്പറിക്കാം. ഒരാൾ പറഞ്ഞു ഞാൻ കേറൂല്ല, അതുകൊണ്ട് തോട്ടി വെച്ച് കൊക്ക വെച്ചിട്ട് വലിച്ചു അങ്ങനെ എടുക്കാം മാങ്ങ. മാവിൽ നിന്ന് ഞാൻ തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കും. ശരി, അതൊരു രീതിയാണല്ലോ, മാങ്ങ പറിക്കുന്ന ഒരു രീതിയാണ്. ഒരാൾ പറഞ്ഞു മാവിനോ പരിസര നിവാസികൾക്കോ ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ഞാൻ എറിഞ്ഞ് മാങ്ങ പറിക്കാം. അതൊരു രീതിയാണല്ലോ മാങ്ങ കിട്ടാൻ, ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരാൾ അങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ പറിച്ചോ. ഈ 3 രീതിയിലൂടെയും മാങ്ങ എടുക്കാം. ഒരാൾ പറഞ്ഞു മാങ്ങ കിട്ടാൻ ഞാൻ ഈ മാവ് വെട്ടുകയാണ്, അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ രോഗശമനത്തിന് പല വിധേനയും മാർഗങ്ങളുണ്ട്, പല ചികിത്സാ രീതികളുമുണ്ട്. ആ ചികിത്സാ രീതി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് തകർച്ച പറ്റരുത്, ഇസ്ലാമിക നിയമങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ചികിത്സയും നമുക്ക് സ്വീകരിക്കാം. ചില അസ്വാസ്ഥ്യങ്ങൾക്കും ചില രോഗങ്ങൾക്കും ആത്മീയ ചികിത്സ അനിവാര്യമായി വരും. എന്താ കാരണം? ഒരു അസുഖം പിടിപെട്ട് പല ഡോക്ടേഴ്സിന്റെ അടുത്തും മാറി ട്രീറ്റ്മെന്റ് നടത്തി. കേട്ട എല്ലാ ഡോക്ടർമാരുടെയും അടുത്ത് തന്റെ രോഗവും കൊണ്ട് അവൻ കടന്നു ചെന്നു. ഇന്ന് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ലോകത്തുള്ള എല്ലാ ചെക്കപ്പുകളും നടത്തി, എല്ലാ ടെസ്റ്റും നടത്തി. ബ്ലഡ്, യൂറിനല്, ശരീരത്തിലെ പിത്തം എല്ലാം ടെസ്റ്റ് നടത്തി. എവിടെയും ഒരു പ്രോബ്ലവും കാണാനില്ല. എന്നാലോ രോഗം, കലശലായ വേദനയും ബുദ്ധിമുട്ടും നിലനിൽക്കുന്നു. ഇത്തരം വേളകളിൽ ചില ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുഴപ്പവും എൻ്റെ പരിശോധനയിലും എൻ്റെ ടെസ്റ്റുകളിലും കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളൊന്ന് റൂട്ട് മാറ്റി ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ന് ഡോക്ടർമാർ പറയും. നാം ആദ്യം സൂചിപ്പിച്ച ഉൽപ്പതിഷ്ണു വിഭാഗം മന്ത്രവും ആത്മീയ ചികിത്സയും മുഴുവൻ അബദ്ധമാണ്, അങ്ങനെ സംഗതിയില്ല എന്ന് പറയുന്ന ആളുകളും ഇത്തരം ഘട്ടങ്ങളിൽ പാതിരാത്രിയുടെ കൂരിരുട്ടിൽ വെള്ളപ്പാത്രവുമായി ഈ ചികിത്സ നടത്തുന്ന ആളുകളുടെ അടുത്തെത്തും. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ. എതിർക്കുന്ന ആളുകളും ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ ഈ ചികിത്സയിൽ അഭയം തേടും. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. പക്ഷേ ഒരു വസ്തുത നിങ്ങൾ അറിയണം, ഈ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട്. ആത്മീയ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട്. ഈ ചികിത്സ നടത്തുന്ന ആളുകളിൽ കള്ളന്മാരും നല്ലവരുമുണ്ട്. ആപേക്ഷികമായി നല്ലവരെക്കാൾ കള്ളന്മാർക്കാണ് കൂടുതൽ കള്ളന്മാരാണ് ഈ മേഖലയിലുള്ളതെന്ന വസ്തുതയും ഈ സമയത്ത് മറച്ചു വെക്കുന്നില്ല.
ആത്മീയ ചികിത്സയിൽ അത് നടത്തുന്ന ആളുകൾ, അതിന്റെ ചികിത്സാരികളായ ആളുകളിൽ നല്ലവരെക്കാൾ ചീത്ത ആളുകൾ, ചൂഷണത്തിന്റെ ആളുകൾ, കള്ളന്മാർ, തട്ടിപ്പ് വീരന്മാരാണ് കൂടുതലെന്ന വസ്തുത അവഗണിക്കുന്നില്ല. എന്നാൽ ഇങ്ങനൊരു ചികിത്സയുണ്ടെങ്കിൽ, അഥവാ 90% അബദ്ധവും തട്ടിപ്പും ചൂഷണവുമാണെങ്കിൽ തന്നെ 10% യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമല്ലോ. അതുകൊണ്ട് എന്താണ് രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, പൈശാചികമായ രോഗങ്ങൾ, എന്താണ് പൈശാചികത, എന്താണ് പിശാച് ബാധ എന്ന് നാം പഠിക്കണം. എന്താണ് പിശാച് ബാധ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ശൈത്വാൻ മാനസികമായി മനുഷ്യനെ തകർക്കുവോ, സാമ്പത്തികമായി തകർക്കുവോ, മനുഷ്യന്റെ ശാന്തി കെടുത്തുമോ? അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നത്, ആ ഒരു ചോദ്യത്തിന് മറുപടി ഒറ്റവാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. ആദ്യം ശൈത്താനെ കുറിച്ച് പഠിക്കണം. എന്താണ് ശൈത്താൻ? അത് പഠിച്ചിട്ടല്ലേ അതിന്റെ ബാധ പഠിക്കല്. എന്താണ് ശൈത്താൻ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് പാരായണം ചെയ്ത സൂറയിൽ കാണാം, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ. ഇബ്ലീസ് ഒഴിച്ച് എല്ലാ മലക്കുകളും ആദമിന് സുജൂദ് ചെയ്തു. എന്നിട്ട് പറയാം, കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. ഇബ്ലീസിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ കഹ്ഫിലൂടെ. കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബി. ഇബ്ലീസ് ആരായിരുന്നു? കാന മിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. ജിന്ന് വർഗത്തിന്റെ പിതാവാകുന്നു ഇബ്ലീസ്. അബുൽ ജാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി. ജിന്ന് വർഗത്തിന്റെ പിതാവായിരുന്നു ഇബ്ലീസ്. ഫഫസഖ അൻ അംരി റബ്ബി, അള്ളാഹുവിനെതിര് പ്രവർത്തിച്ചു, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച കാരണത്താൽ അവൻ ജിന്ന് വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ആട്ടിയോടിക്കപ്പെട്ടു. അവൻ റജീമായി, അവൻ ലഈനായി, അവൻ എല്ലാ ലോക സജ്ജനങ്ങളായ ആളുകളുടെ ശാപത്തിന് പാത്രമായി. അപ്പൊ കാന മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. ചില ആളുകൾ പറയും, ജിന്നോ? ജിന്നൊന്നുമില്ല, നമ്മൾ കാണുന്നില്ലല്ലോ, കാണാത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വേറൊരു വിഭാഗം മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഞാൻ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നില്ല, മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിന് പരിഭാഷ എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചു കാണും. ജിന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്ത ഒരു വിഭാഗമൊന്നും അല്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടുജാതി മനുഷ്യന്മാരാണ്. കാട്ടുജാതി മനുഷ്യന്മാർ നമ്മുടെ ഈ മൂന്നാർ, ഇടുക്കി ജില്ലയിലെ വനമേഖലകളിലൊക്കെ താമസിക്കുന്ന കാടന്മാർ. ജന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിട്ട് അതിന് അർത്ഥം പറയുന്നുണ്ട്. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു, സമൂഹത്തിന്റെ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് വരാതെ, ജനങ്ങളുടെ മുന്നിലേക്ക് വരാതെ, ജിന്ന്, സംസ്കാരമില്ലാത്ത മലപ്പുറം കാക്കാന്മാർക്കൊക്കെ ഉള്ള പേരാണ് ജിന്ന്. മനസ്സിലായോ? അപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാതെ മറഞ്ഞ് സംസ്കാരമില്ലാതെ നിൽക്കുന്ന കാടന്മാരായ ജനതയാണ് ജിന്നുകളെന്ന് പറയുകയും എഴുതുകയും ചെയ്ത യുക്തിവാദി മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്തരക്കാർക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. കാരണം ജിന്ന്, ഇൻസ്, ജിന്ന് എന്ന് രണ്ടും വേറെ വേറെയായി ഖുർആൻ എത്ര സ്ഥലത്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ജിന്ന് ആണ്. ജിന്ന് അധ്യായം ഞാൻ എണ്ണി നോക്കി 2 ദിവസങ്ങൾക്ക് മുമ്പ്. ഖുർആനിൽ ജിന്നിനെ കുറിച്ച് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് 39 സ്ഥലങ്ങളിൽ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഭാഗങ്ങൾ ഉണ്ടായേക്കാം. ഇൻഡെക്സ് വെച്ച് നോക്കിയപ്പോ ജിന്നിനെ കുറിച്ച് 39 ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജിന്നിനെ കുറിച്ച് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജിന്നുണ്ട്, അതിൽ വിശ്വസിക്കാത്തവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ഭക്തന്മാരായ അള്ളാഹുവിന്റെ ആളുകൾ. ഭക്തന്മാരായ മുത്തഖികൾ ആരാണെന്നറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ പലതിലും വിശ്വസിക്കേണ്ടി വരും. എന്നിട്ടാവ യുഖീമൂന സ്വലാ വ യൂതൂന സക്കാ എന്ന് പറഞ്ഞത്. ഏത്? അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചതിന് ശേഷമാണ് എന്തുള്ളത്? അത് അല്ലാഹുവിൽ മാത്രമല്ല, മലക്കുകളിൽ വിശ്വസിക്കണം, ജിന്നുകളിൽ വിശ്വസിക്കണം, ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം. അത് ദൃശ്യമായതാണെങ്കിലും അദൃശ്യമായതാണെങ്കിലും വിശ്വസിക്കണം. എന്നിട്ടാ നിസ്കാരം നിർബന്ധമുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, ജിന്നിനെ കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്.
സൂറത്തുൽ ജിന്നിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് സൂറകളിൽ ജിന്നിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഉദാഹരണത്തിന് ചില ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ഖുൽ നബിയേ, അങ്ങയിൽ വിശ്വസിച്ച ജനതയോട് പറയുക, അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. നിങ്ങൾ അറിയാത്തൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തറിയോ? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നമ്മുടെ ഖുർആനോത്ത് കേട്ടിട്ടുണ്ട്. അവർ വന്നതും കേട്ടതും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ എല്ലാ ഗൈബും അദൃശ്യമായതും അറിയുന്ന, അദൃശ്യമായി നിലകൊള്ളുന്ന ജിന്ന് വർഗത്തെ പടച്ച റബ്ബ് പറഞ്ഞു തരുന്നു. എന്താ പറഞ്ഞു തരുന്നത്? അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ജിന്ന് വിഭാഗത്തിലെ ഒരു കൂട്ടം പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടെന്താ അവർ പ്രതികരിച്ചത്? ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. വളരെ അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്നവർ പ്രതികരിച്ചു. അവർ പറഞ്ഞതാ, അത്ഭുതകരമായ ഖുർആൻ കേട്ടല്ലോ. എന്നിട്ടുള്ള പിന്നെ എന്തായി? അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. وَإِذْ صَرَفْنَا إِلَيْكَ نَفَرًا مِنَ الْجِنِّ يَسْتَمِعُونَ الْقُرْآنَ. നിങ്ങളിലേക്ക് ഒരു വിഭാഗം ജിന്നുകളെ നാം തിരിച്ചുവിട്ടു നബിയെ. ഒരു വിഭാഗം ജിന്നുകളെ അങ്ങയിലേക്ക് നാം തിരിച്ചുവിട്ടു. യസ്തമിഊൻ, അവർ ഖുർആൻ കേട്ടു. അങ്ങനെ ഫലമ്മാ ഹളറൂഹു ഖാലൂ അൻസിതു. അവർ ഖുർആൻ ഓതുന്ന സദസ്സിലെത്തിയപ്പോൾ അവരിലെ ഒരു വിഭാഗത്തോട് പറഞ്ഞു, അൻസിത്തു, മിണ്ടാണ്ടിരിക്കടാ, ഖുർആനാ ഓതുന്നത്. അപ്പൊ അവർ ശബ്ദം ഉണ്ടാക്കുന്നു. മനസ്സിലായി? അപശബ്ദങ്ങൾ ഉണ്ടാക്കല്ലേ? അൻസിത്തു, ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ പരിശുദ്ധ ഖുർആൻ. ഫലമ്മാ ഖളൗ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. ഇത് പൂർത്തീകരിച്ചപ്പോ, ഖുർആൻ പാരായണം അവസാനിച്ചപ്പോ എന്താ അവർ ചെയ്തത്? ഈ അത്ഭുതകരമായ ഖുർആൻ കേട്ടു, അതവർ ആസ്വദിച്ചു. അവരെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിട്ട് പിന്നെന്താ ചെയ്തത്? വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അവരുടെ വിഭാഗത്തിലേക്ക്, ജിന്ന് വർഗത്തിലേക്ക്, ഇവിടെ ഖുർആൻ ഓതുന്ന സദസ്സിൽ സന്നിഹിതരായിരുന്ന ജിന്നുകൾ ചെന്നിട്ട് പ്രബോധനം നടത്തി. ഇവർ മുസ്ലിങ്ങളായി. ആര്? ഇവിടെ വന്ന ജിന്നുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ച് അവരുടെ വിഭാഗത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് എന്തു പറഞ്ഞു? പ്രബോധനം നടത്തി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ആയത്ത്, ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചത് എൻ്റെ അബ്ദുകളായി, എൻ്റെ ദാസന്മാരായി, മുസ്ലിങ്ങളായി മാറാൻ വേണ്ടി മാത്രമാണെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അപ്പൊ അവരിലേക്ക് പ്രബോധനമുണ്ട്, ശറഇന്റെ കീർത്തനകളുണ്ട്. എങ്ങനെയാണ് ജിന്നുകൾ ഖുർആൻ ഓതുന്ന സദസ്സിലെത്തിപ്പെട്ടത്? എങ്ങനെ? അതിനും കാരണം ഖുർആനിൽ തന്നെ കാണാം. എങ്ങനെ എവിടെ എത്തിപ്പെട്ടത്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ തന്റെ സ്വഹാബികളിൽ ഒരു വിഭാഗത്തോടൊപ്പം, ചില സ്വഹാബിമാരോടൊപ്പം സൂഖ് ഉഖാലിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉഖാല് പട്ടണത്തിലേക്ക് നബിയും ഒരു വിഭാഗം സ്വഹാബികളും യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പ്രഭാത സമയത്ത് വഴിമധ്യത്തിൽ അവർ സുബഹി നമസ്കരിക്കാൻ ഇറങ്ങി. ആ പ്രദേശത്തിന്റെ പേരാണ് നഖ്ല. നഖ്ല എന്ന് പറയുന്ന പ്രദേശത്ത് സുബഹി നമസ്കരിക്കാൻ വേണ്ടി നബിയും സംഘവും ഇറങ്ങി. സുബഹി നമസ്കരിച്ച സമയത്ത് അപ്പോഴാണ് ഒരു പറ്റം ജിന്നുകൾ അതുവഴി വന്നത്. എന്താ വരാൻ കാരണം? അതെന്താ കാരണം? അവർ ആകാശ ലോകങ്ങളിൽ സ്വൈരവിഹാരം നടത്തുന്ന വിഭാഗമായിരുന്നു. ആകാശലോകങ്ങളിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള വിഭാഗമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, ഭൂമിയിൽ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇവർ കട്ടുകേട്ടിരുന്നു. ജിന്ന്, പിശാചുക്കൾ. എവിടെ? വാനലോകത്ത്, ആകാശത്ത്. ഇങ്ങനെ ഇവർ സുഗമമായി ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ആകാശത്ത് മലക്കുകളുടെ ചർച്ച കട്ടുകേൾക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ പതിവായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര സെക്യൂരിറ്റി, വാനലോകത്ത് വലിയ പാറാവുകാർ,
അതുപോലെ തന്നെ അവിടെ തീയുണ്ടകളാകുന്ന മിസൈലുകളും മാലാഖമാരുടെ സെക്യൂരിറ്റിയും ഒന്നാകെ ആകാശത്ത്. എന്ത് പറ്റിപ്പത്? ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവമുള്ളത്. ആകാശലോകങ്ങളിൽ ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ നമുക്ക് അവസരമുണ്ടായിരുന്നല്ലോ, സ്വാതന്ത്ര്യമുണ്ടായിരുന്നല്ലോ. എന്തേ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടിയത്? പാറാവുകാർ കൂടിയത് എന്തുകൊണ്ട്? നമ്മെ തകർക്കാൻ എന്തിനാണ് അവിടെ മിസൈലുകൾ സംവിധാനിച്ചത് എന്ന് പിശാചുക്കൾ പരസ്പരം പറയുകയും അവർ ഭൂമിയിലൂടെ ഒരു സഞ്ചാരം നടത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടെ ജിന്നുകളുടെ സ്വാതന്ത്ര്യവും ശക്തിയും അല്ലാഹു നിയന്ത്രിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടെ ജിന്നുകളുടെ ശക്തിയും സ്വാതന്ത്ര്യവും അല്ലാഹു ഒന്ന് നിയന്ത്രിച്ചു വെച്ചു.